ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാനായിട്ട് നായികയായ ഹിയോൺ വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഫ്രണ്ടിന് പകരമായിട്ടാണ് ഹിയോൺ അവിടേക്ക് വരുന്നത്. ഇൻഫ്ലുവൻഷ്യൽ ഫാമിലീസിൽ നിന്നുള്ള ആളുകൾ അവരുടെ കുട്ടികൾക്ക് പരസ്പരം കാണാനും മീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ പാർട്ടി അറേഞ്ച് ചെയ്തേക്കുന്നത്. നായകനായ ഡോജൂണും ആ പാർട്ടി അറ്റൻഡ് ചെയ്യാനായിട്ട് അവിടേക്ക് വരികയാണ്. അമ്മയുടെ നിർബന്ധം കാരണം ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യാനാണ് വരുന്നത്. ഇന്ന് ഒരു 10-20 മിനിറ്റ് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കുവാണെങ്കിൽ പിന്നെ കുറെ നാളത്തേക്ക് അമ്മ ബ്ലൈൻഡ് ഡേറ്റിന്റെ കാര്യം പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് അവൻ സെക്രട്ടറിയും ഫ്രണ്ടുമായ ബോയുടെ അടുത്ത് പറയുന്നുണ്ട്. ഹേൺ അന്നേരം അവളുടെ കമ്പനിയിൽ നിന്ന് ടീം ലീഡറുടെ കോള് വരും. അടുത്ത ദിവസം അത്യാവശ്യമായിട്ട് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുണ്ട്, ഞാൻ ഇന്ന് ബിസിയാണ്, അതുകൊണ്ട് നീ നാളെ അതെല്ലാം റെഡിയാക്കിയിട്ട് എനിക്ക് അയച്ചു തരണം എന്ന് അവർ പറയും. ആ സൗണ്ട് അടുത്തുനിന്നാണ് കേൾക്കുന്നതെന്ന് ഹേയോണ് മനസ്സിലാവും. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ ഫ്രണ്ടിൽ കൂടി ടീം ലീഡർ നടന്നു പോവുകയാണ്. പിടിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഇവൾ പെട്ടെന്ന് തന്നെ അടുത്ത് നിന്ന ആളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കും. അത് ഡോജൂൺ ആയിരിക്കും. ഇയാൾ ആരെ എന്തായി ചെയ്യുന്നതെന്നൊക്കെ അവൻ ചോദിക്കും. അവർ ക്ലോസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എത്ര അഡോറബിൾ ആണെന്നും പറഞ്ഞിട്ട് അവൾ അവന്റെ കവിളിലൊക്കെ കയറി പിടിക്കും. അന്നേരം അവരെ പാസ് ചെയ്ത് ടീം ലീഡർ ബാങ്ക് നടന്നു പോകും. പക്ഷെ അവളെ അവർ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. മിണ്ടാതിരിക്കാമോ എന്നൊക്കെ ഇവള് സിഗ്നൽ കാണിക്കുന്നുണ്ട്. ഡോജൂൺ ഇതൊന്നും കാര്യമാക്കുന്നില്ല. അവന് ദേഷ്യം വരുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അവൾ വൈൻ എടുക്കാനായിട്ട് പോകും. വൈൻ കൊണ്ട് ഹിയോൺ വരുമ്പോൾ അവൾ തട്ടിയടിച്ച് വീഴും. പകുതി അവന്റെ കോട്ടിലും ബാക്കി തറയിലും വീഴും. അവൾ എന്ത് ചെയ്യണം എന്നറിയാതെ കൈവച്ചത് തുടയ്ക്കാനായിട്ട് നോക്കും. അത് പിന്നെയും സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. മതിയാക്കാനായിട്ട് അവൻ ദേഷ്യപ്പെട്ട് അവളോട് പറയും. അവള് ടിഷ്യൂ എടുക്കാനായിട്ട് പോകും. അവിടുന്ന് 10 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഡോജൂൺ വീട്ടിലേക്ക് പോകും. സെക്രട്ടറി ഗോ ഇത് പറഞ്ഞിട്ട് അവനെ കളിയാക്കും. എന്ത് തന്നെ ആയാലും അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ചോണം, എനിക്ക് അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. എന്നിട്ട് കാര്യമായിട്ട് അവനടുത്ത് ചോദിക്കും, എന്തുകൊണ്ടാണ് കല്യാണത്തെ പറ്റി ചിന്തിക്കാത്തതെന്ന്. അത് ആവശ്യമില്ലാത്ത ഇമോഷണൽ ലേബർ ആണ്, വെറുതെ ഡേറ്റ് ചെയ്യാനും കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട് പൈസ മുടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിക്കാണ് അവൻ മറുപടി കൊടുക്കുന്നത്. ഹിയോൺ ഫ്രണ്ടായ മിറാനെ മീറ്റ് ചെയ്തിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും. ഞാൻ അത് തുടച്ചു കൊടുക്കാനായിട്ട് നോക്കിയപ്പോൾ ഒന്ന് നിർത്താമോ എന്ന് ചോദിച്ചിട്ട് അയാൾ ദേഷ്യത്തിൽ അലറുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ടിഷ്യൂ എടുക്കാനായിട്ട് പോയി. ഡ്രൈ ക്ലീൻ ചെയ്യാനുള്ള പൈസയും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചാണ് തിരിച്ചു വന്നത്. പക്ഷെ വന്ന് നോക്കിയപ്പോൾ അയാളെ കാണാനുണ്ടായിരുന്നില്ല. ടീം ലീഡർ ബാങ്കിനെ കാണുന്നത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു സ്ട്രേഞ്ചറിന്റെ അടുത്ത് അന്നേരം ഞാൻ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തത്. ഞാൻ അബ്നോർമൽ ആണെന്ന് എന്തായാലും അയാൾ വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് അതല്ല പേടി. അയാൾ ഇനി എനിക്കെതിരെ കേസ് കൊടുത്താൽ എന്ത് ചെയ്യുമെന്ന് ഹിയോൺ ചോദിക്കും. കേസ് കൊടുക്കാൻ മാത്രം തെറ്റൊന്നും നീ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് അവളെ ആശ്വസിപ്പിക്കും. എന്നിട്ട് ആ ആളെ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. അയാൾ സൺഗ്ലാസസ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മുഖം എനിക്ക് നേരെ കാണാൻ പറ്റിയില്ല എന്ന് ഹിയോൺ മറുപടി പറയും. ഡോജൂൺ പാർട്ടിക്ക് എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്ന കാര്യം ആരോ വിളിച്ച് അമ്മയെ അറിയിക്കും. അമ്മ ആ ദേഷ്യമെല്ലാം അച്ഛൻ്റെ അടുത്താണ് പറയുന്നത്. അവനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവന് കുറച്ച് സമയം കൊടുക്കാനായിട്ട് അച്ഛൻ പറയും. ഇനി എന്തിനാണ് അവന് സമയം കൊടുക്കുന്നത്? അവൻ എപ്പോഴും ഇതുപോലെയാണ്. നിങ്ങളാണ് അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് സോൾവ് ചെയ്യാനായിട്ട് വരുന്നത്. ഇതങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. എനിക്ക് സംശയമുണ്ട് അവൻ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ജംഗും അവൻ ഏതെങ്കിലും രീതിയിൽ പ്രഷർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ഇവർ പറഞ്ഞു തീരുമ്പോഴത്തേക്കിനും ഒരു പെൺകുട്ടി അവിടേക്ക് വരും. എന്നെപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു, എന്തായാലും കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും മിണ്ടാതിരിക്കും. ഇത് അവരുടെ മൂത്ത മോന്റെ വൈഫാണ്. ഞങ്ങൾ ഡോജൂണിനെ പറ്റിയായിരുന്നു സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ അവന് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിർബന്ധിക്കുന്നത്? അവന്റെ ഇഷ്ടത്തിന് വിട്ടേക്കൂ. കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ലൈഫ് ലോങ് ആ ആൾ നമ്മുടെ കൂടെ കാണുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ അവസ്ഥ തന്നെ കണ്ടില്ലേന്ന് ചോദിക്കും. അവരുടെ മൂത്ത മോൻ മരിച്ചു പോയതാണ്. അവളുടെ ഫ്രണ്ടിൽ അവര് സൂക്ഷിച്ചാണ് പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ജംഗും പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് മറുപടി ഒന്നും പറയാനില്ല. ഡോജൂണും ചേട്ടനെ പറ്റി തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൈകൊണ്ട് ഒരു ഫാമിലിയെ ഇല്ലാതാക്കിയതിനു ശേഷം ഞാൻ എങ്ങനെയാണ് സ്വന്തമായിട്ട് ഒരു ഫാമിലിയെ പറ്റി ചിന്തിക്കുന്നതെന്നാണ് അവൻ ഓർക്കുന്നത്. ചേട്ടൻ്റെ കൂടെ അവൻ ഹൈക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഒരു അപകടം പറ്റി. അവന് ചേട്ടനെ രക്ഷിക്കാനായിട്ട് പറ്റിയില്ല. അവൻ ചേട്ടൻ്റെ കൈ വിടാതെ നിൽക്കുമ്പോൾ അവനെങ്കിലും രക്ഷപ്പെടാനായിട്ട് ചേട്ടൻ പറയുന്നുണ്ട്. പക്ഷെ അവനത് കേൾക്കുന്നില്ല. ചേട്ടൻ അവൻ്റെ കയ്യിൽ നിന്ന് കൈ വിടിയിച്ചിട്ടാണ് മരിക്കുന്നത്. അവനതൊരു ട്രോമ ആയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ പിന്നെ അവന് നേരെ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും അവൻ അതും ആലോചിച്ച് ഉറങ്ങാതെ നേരം വെളുപ്പിക്കുകയാണ്. ഡോജൂണും അച്ഛനും നല്ല ഫ്രണ്ട്ലിയാണ്. അവൻ അച്ഛനെ കാണാനായിട്ട് വരും. അമ്മയ്ക്ക് ദേഷ്യം മാറിയില്ലേ എന്നറിയാനാണ് വരുന്നത്. അവൾ എപ്പോഴും അങ്ങനെ തന്നെയല്ലേ ഈ കാര്യം പറയുമ്പോൾ, നീ അത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവനെ ആശ്വസിപ്പിക്കും. അച്ഛൻ എന്തോ അവൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ വിഷയം മാറ്റിക്കളയും. ഇവിടുത്തെ നിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം. ഞാൻ അത് പിന്നീട് ഹാൻഡിൽ ചെയ്തോളാം. ഇനി അങ്ങോട്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അടുത്ത ആഴ്ച നീ പോയിട്ട് നമ്മുടെ മറ്റൊരു കമ്പനിയായ ചേഹാൻ ലിക്കറിൽ പ്രസിഡന്റ് ആയിട്ട് ജോയിൻ ചെയ്യണം എന്ന് പറയും. ഇവിടെ അവൻ മാനേജിംഗ് ഡയറക്ടറാണ്. ഹിയോൺ ഒരു ലിക്കർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. കൊളീഗ്സിനൊക്കെ അവളെ പറ്റി വലിയ മതിപ്പാണ്. അവൾ നല്ല ഹാർഡ് വർക്കിംഗ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ജർമ്മനി പോകണം എന്നുള്ളത് അവളുടെ വലിയൊരു ആഗ്രഹമാണ്. അവർക്ക് അങ്ങനെ ഒരു
ചാൻസ് വരുന്നുണ്ട്. അത് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ളത് ഹിയോൺ ആണ്. ഹിയോണിനെ തന്നെ അവർ സെലക്ട് ചെയ്യുമായിരിക്കും എന്ന ഒരു സംസാരം കൊളീഗ്സിനിടയിലുണ്ട്. ടീം ലീഡർ ബാങ്ക് ഒരു മീറ്റിംഗ് വിളിക്കും. സെയിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഐഡിയാസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഐഡിയാസ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ഇയാൾ എന്താ ഒന്നും പറയാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ജൂനിയറായ സെയോണിനെ വഴക്ക് പറയും. ഇയാളുടെ സീനിയർ ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അവളെയാണ് പറയുന്നതെന്ന് ഹിയോണ് മനസ്സിലാവും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ കുട്ടിയെ വഴക്ക് പറയണ്ട, നേരിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ടേ. എങ്കിൽ അടുത്ത ആഴ്ചക്കുള്ളിൽ ഇയാൾ തന്നെ നല്ലൊരു ഐഡിയ ആയിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അവരവളെ ചലഞ്ച് ചെയ്യും. അവൾ സമ്മതിക്കും. ഇന്നും മീറ്റിംഗിൽ ടീം ലീഡർ ബാങ്ക് എൻ്റെ അടുത്ത് വഴക്കിന് വന്നു. എപ്പോഴും ഇങ്ങനെയാണ്, എന്താണ് അവരുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഹിയോൺ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പരാതി പറയും. നീ അവരെക്കാട്ടിലും സ്മാർട്ടാണ്, അത് അവർക്ക് ഇപ്പോഴും ഒരു ഭീഷണിയാണെന്ന് അവർക്ക് അറിയാം, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ആ ഫ്രണ്ട് അവളെ ആശ്വസിപ്പിക്കും. ഫ്രണ്ടിന്റെ പേര് മിനൂക്ക് എന്നാണ്. മിനൂക്കും അതേ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണ്. മിഡിൽ സ്കൂൾ മുതൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് പഠിച്ചത്. അന്നേ രണ്ടുപേർക്കും അട്രാക്ഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ രണ്ടുപേരും അത് തുറന്നു പറഞ്ഞിട്ടില്ല. നമുക്കെല്ലാവർക്കും കൂടി ഒന്നിച്ചൊന്ന് കൂടാമോ എന്ന് ചോദിച്ചിട്ട് മിറാനെ വിളിച്ചപ്പോൾ നിനക്കൊരു ബ്ലൈൻഡ് ഡേറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മിനുക്ക് ചോദിക്കും. അവള് വെറുതെ പറഞ്ഞാണ്, ഞാൻ ബ്ലൈൻഡ് ഡേറ്റിനൊന്നും പോയതല്ല എന്ന് ഹിയോൺ പറയുമ്പോൾ നീ ഇപ്പോഴും കല്യാണത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങിയില്ലേ എന്ന് മിനുക്ക് അവളോട് ചോദിക്കും. എന്റെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ, അച്ഛന്റെ അഫയർ ഇല്ലായിരുന്നെങ്കിൽ പോലും അച്ഛനും അമ്മയും കൂടി ഡിവോഴ്സ് ആയെന്നെ. വെറുതെ എന്തിനാണ് ഞാനും അതുപോലെ എന്നുള്ള രീതിക്ക് അവൾ സംസാരിക്കുന്നുണ്ടേ. ഇപ്പോഴും നിന്റെ അച്ഛന്റെ അമ്മയുടെ ഡിവോഴ്സിന് കാരണം നീയാണെന്നാണോ നീ വിശ്വസിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നമ്മളെപ്പോലെ ചിന്തിക്കുകയും നമ്മളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ലൈഫ് ലോങ് ആ റിലേഷൻ ചിലപ്പോൾ ഹാപ്പി ആയിട്ട് പോകും. നിനക്ക് അങ്ങനെ ചിന്തിച്ചുകൂടെ? അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടാൽ പോലും നീ കല്യാണത്തെ പറ്റി ചിന്തിക്കത്തില്ലേ എന്നൊക്കെ മിനുക്ക് വീണ്ടും വീണ്ടും അവളോട് ചോദിക്കും. അന്നേരത്തേക്ക് അവന് പോകാൻ സമയമാവും. സിയോൺ ഹിയോണിനെ കാണാനായിട്ട് വരും. അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നും അവളെക്കാട്ടിലും പ്രായം കൂടുതലാണ്, എന്നാലും ആള് റൊമാൻറ്റിക് ആണെന്നും അവള് ഹിയോണിന്റെ അടുത്ത് പറയും. ഞങ്ങള് ഡേറ്റ് ചെയ്ത് കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഒന്നിച്ച് താമസിക്കാനായിട്ട് തീരുമാനിച്ചു. എങ്കിൽ മാത്രമേ ആ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് അറിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും അറിയാതെ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആകണ്ടേ എന്നുള്ള രീതിക്കാണ് ആ കുട്ടി സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള മാനേജർ ജാങ്ങിന് എന്തായാലും ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാവുമല്ലോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആൾ ആരായിരിക്കും എന്ന് അറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ ആ കുട്ടി അവളോട് പറയുന്നുണ്ട്. വീട്ടിലേക്ക് വരുന്ന വഴി സെയോൺ പറഞ്ഞ കാര്യങ്ങളാണ് ഹിയോന്റെ മനസ്സിൽ മുഴുവൻ. അവൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലെന്നും അവൾ ഡേറ്റ് ചെയ്യുന്നില്ലെന്നും ഒന്നും അവൾ ആ കുട്ടിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു നേരം ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും മിനൂക്കിനെ പോലെ ഒരാളാണെങ്കിൽ ലൈഫിൽ പ്രശ്നം ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിൽ അവൾ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് അന്നേരം തന്നെ മിനൂക്കിന് മെസ്സേജ് അയക്കും എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അവൾക്ക് റിപ്ലൈ കിട്ടുന്നില്ല. ഹിയോൺ മിനൂക്കിന് ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൻ റിപ്ലൈ കൊടുക്കാത്തത് കൊണ്ട് മിറാനെ കാണാനായിട്ട് അവൾ ചെല്ലും. അവിടെ മിറാനും മിനുവും കൂടി ഒന്നിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണും. മിറാൻ മിനൂക്കിനെ കിസ് ചെയ്യുന്നതും അവൾ കാണും. ആ ഷോക്കിലാണ് അവൾ അവിടുന്ന് പോകുന്നത്. അവൾ നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ് ചെല്ലുന്നത്. മിറാനെ മിനൂക്കിന് പരിചയപ്പെടുത്തി കൊടുത്തതും ഇത്രയും കാലത്തെ അവരുടെ ഫ്രണ്ട്ഷിപ്പും എല്ലാം അവൾ ആലോചിക്കും. അവൾക്ക് മിനൂക്കിനോട് ഇഷ്ടമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ബസ് സ്റ്റോപ്പിലിരുന്ന് അവൾ പൊട്ടിക്കരയും. ഇതിന്റെ ഇടയ്ക്ക് ആ കവർ പൊട്ടി കറിയെല്ലാം കൂടി അവളുടെ ദേഹത്തേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. അന്നേരത്തേക്ക് ഭയങ്കരമായിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങും. ഡോജൂൺ അതുവഴി കാറുമായിട്ട് വരുവാണ്. റോഡിൽ മുഴുവൻ വെള്ളമാണ്. അവന്റെ കാറിൽ നിന്ന് വെള്ളം എല്ലാം കൂടി തെറിച്ച് അവിടെ നിന്ന് കരയായിരുന്ന ഹിയോന്റെ ദേഹത്തേക്കാണ് വീഴുന്നത്. അപ്പൊ തന്നെ അവൻ കാർ നിർത്തും. പ്രശ്നമായെന്ന് മനസ്സിലാവും. ഇവള് ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് ചെന്നിട്ട് വിൻഡോയിലിട്ട് തട്ടും. ഇവനാണെങ്കിൽ അകത്തിരുന്ന് സോറി പറയുന്നുണ്ട്. ഇവള് വീണ്ടും തട്ടുമ്പോഴത്തേക്കിനും അവൻ വിൻഡോ താത്തിയിട്ട് വീണ്ടും സോറി പറയും. അവൾക്കുണ്ടായിരുന്ന ഫ്രസ്ട്രേഷൻ മുഴുവൻ അവനോട് പറഞ്ഞാണ് അവൾ തീർക്കുന്നത്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്യുന്നത്? എന്നോട് നേരത്തെ ഒന്നും പറയാറുന്നില്ലേ? എന്നോട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. അവൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അവനും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കയ്യിലുണ്ടായിരുന്ന 1 മില്യന്റെ നോട്ട് എടുത്ത് അതിൽ സൈൻ ചെയ്ത് സോറി എന്ന് എഴുതിയിട്ട് അവൾക്ക് കൊടുത്തിട്ട് അവൻ പോകും. ഹിയോൺ മാർക്കറ്റ് റിസർച്ചിന് വേണ്ടിയിട്ട് അവിടെയുള്ള ബിയർ പാർലേഴ്സിലെല്ലാം പോകാറുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അവൾ ചെല്ലുന്ന ബിയർ പാർലറിലേക്കാണ് ഡോജൂണും സെക്രട്ടറിയും കൂടി വരുന്നത്. അടുത്ത ഇനി ലിക്കർ കമ്പനിയിലേക്കാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റേഴ്സിനെ പറ്റിയൊക്കെ മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് ബിയർ പാർലേഴ്സിലെല്ലാം പോയി എല്ലാ ടൈപ്പ് ബിയറും ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊക്കെ ഡോജൂൺ പറയുന്നത് സെക്രട്ടറിക്ക് ഇഷ്ടപ്പെടും. അയാൾ അതിനിടയ്ക്ക് റെസ്റ്റ് റൂമിലേക്ക് പോകും. ഡോജൂൺ അവിടെ ഇരുന്ന് പതുക്കെ ചുറ്റും നോക്കുന്നുണ്ട്. ഹിയോണിനെ കാണും. പാർട്ടിയിൽ വെച്ച് കണ്ട പെൺകുട്ടിയാണെന്ന് അവൻ തിരിച്ചറിയും. അവളുടെ കണ്ണിൽ പെടാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നാണ് അവൻ അന്നേരം ആലോചിക്കുന്നത്. അവൻ വാങ്ങിച്ചു വെച്ചിരുന്ന ബിയർ ഒഴിച്ച് കുടിച്ചു നോക്കും. അതിന് വലിയ ടേസ്റ്റ് ഇല്ലല്ലോ എന്ന് ആലോചിക്കും. ഇവൻ ഈ ബിയർ ഒഴിക്കുന്നത് ഹിയോൺ അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഒഴിക്കേണ്ട രീതിയിലല്ല അവൻ ഒഴിച്ചു കുടിക്കുന്നതെന്ന് അവൾ മനസ്സിൽ വിചാരിക്കും. എന്നിട്ട് പതുക്കെ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വരും. അവൾക്ക് അതിനെ ഓർമ്മയില്ലാന്ന് ഡോജൂണിന് മനസ്സിലാവും. ഈ ബിയർ ഇങ്ങനെയല്ല ഒഴിച്ചു കുടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവള് കറക്റ്റ് ആയിട്ടുള്ള രീതിക്ക് എങ്ങനെയാണ് ഒഴിക്കേണ്ടതെന്ന് അവന് കാണിച്ചു കൊടുക്കും. അത് കുടിച്ചു നോക്കുമ്പോൾ നേരത്തെ കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആണെന്ന് ഡോജൂണിന് മനസ്സിലാവും. അവന് ഇൻട്രസ്റ്റ് ആവും.
ഇയാള് ബിയർ എക്സ്പേർട്ട് ആരെങ്കിലും ആണോ, എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെന്ന് പറയും. അങ്ങനെ അവള് അവിടെ ഉണ്ടായിരുന്ന ബിയർ എല്ലാം ഓർഡർ ചെയ്യും. ഓരോന്നും എങ്ങനെയാണ്, ഏത് റേഷ്യോയിലാണ് കുടിക്കേണ്ടത്, അതിന്റെ കൂടെ ഏത് ഫുഡ് കഴിച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് വരിക എന്നൊക്കെ അവന് പറഞ്ഞു കൊടുക്കും. ഓരോന്നും അവള് പറഞ്ഞ കൂട്ടാണ് കുടിച്ചു നോക്കുന്നത്. എല്ലാത്തിന്റെയും ടേസ്റ്റ് വ്യത്യാസമാണെന്ന് അവന് മനസ്സിലാവും. അഡ്മിറേഷനോട് കൂടിയാണ് ഡോജുൻ പിന്നീട് ഹിയോണെ നോക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ അപ്പുറത്തെ ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വിന്നർ ആകുന്നവർക്ക് ഒരു ബിയർ ബ്രൂയിങ് മെഷീനും ഒരു ഡോളും സമ്മാനമായിട്ടുണ്ടെന്ന് പറയുന്നത് ഹിയോൺ കേൾക്കും. എനിക്ക് ബിയർ ബ്രൂയിങ് മെഷീൻ വേണമെന്ന് വലിയ ആഗ്രഹമാണെന്ന് അവൾ പറയുമ്പോൾ ഞാൻ വാങ്ങിച്ചു തരാമെന്ന് ഡോജുൻ പറയും. അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇയാള് അവിടെ പോയി ആ ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ഹൈറ്റ് ഉണ്ടല്ലോ, ബാസ്കറ്റ് ബോൾ ഒക്കെ നന്നായിട്ട് കളിക്കാൻ പറ്റുമായിരിക്കുമല്ലോ എന്ന് ഒക്കെ പറഞ്ഞിട്ട് ഹിയോൺ അവനെ വിളിച്ച് അങ്ങോട്ടേക്ക് ചെല്ലും. അവൻ ആ ഗെയിം കളിച്ചു തുടങ്ങും. അവൻ നന്നായിട്ടാണ് കളിച്ചു തുടങ്ങുന്നത്. എല്ലാവരും അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിൽക്കും. അവൻ ജയിക്കുമെന്നാവുമ്പോൾ വിന്നറായിട്ട് നിൽക്കുന്ന ആള് ഫ്രണ്ടിനെ കണ്ണു കാണിക്കും. അയാള് ഇവന്റെ മുഖത്തേക്ക് ഫ്ലാഷ് ലൈറ്റ് അടിക്കും. അതുകൊണ്ട് അവന് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. അയാളെക്കാട്ടിലും കൂടുതൽ പോയിന്റ് കിട്ടുന്നതിന് തൊട്ടു മുമ്പാണ് ഫ്രണ്ട് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേ ആളെ വിന്നറായിട്ട് പ്രഖ്യാപിക്കും. അയാളെ ഫൗള് കാണിച്ചതാണ്, ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൻ തർക്കിക്കുന്നുണ്ട്. ഹിയോണും അവന് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവരങ്ങനെ ചെയ്തത് കണ്ടില്ല എന്നാണ് അവിടെ നിൽക്കുന്നവരൊക്കെ പറയുന്നത്. അവർ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വിന്നറായിട്ട് ആ ആളെയാണ് അവർ അനൗൺസ് ചെയ്യുന്നത്. എനിക്കിത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എന്നെ അവർ മനഃപൂർവ്വം തോൽപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം കാണിക്കാൻ പോവുകയാണ്. ഇയാൾ എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ 3 എണ്ണുമ്പോൾ എൻ്റെ കൂടെ ഓടിക്കോണമെന്ന് ഡോജൂൺ അവളുടെ അടുത്ത് പറയും. എന്താണ് കാര്യം എന്ന് അറിയത്തില്ലെങ്കിലും അവൾ സമ്മതിക്കും. അവര് പ്രൈസ് കൈമാറാൻ തുടങ്ങുമ്പോൾ ഇവൻ എണ്ണിയിട്ട് ആ പ്രൈസും തട്ടിപ്പറിച്ച് ഓടുവാണ്. കുറെ ദൂരം ചെന്ന് കഴിയുമ്പോൾ തളർന്നുകൊണ്ട് ഇവന് നിൽക്കും. അതിന് ഭാരം കുറവാണെന്ന് തോന്നിയിട്ട് ഡോജൂൺ അത് തുറന്നു നോക്കും. ബ്രൂയിങ് മെഷീന് പകരം കൂടെ കൊടുക്കുന്ന ഡോള് മാത്രമാണ് അവൻ എടുത്തോണ്ട് വന്നതെന്ന് ഡോജൂൺ മനസ്സിലാവും. ഇയാൾ കാണുന്ന പോലെയൊന്നും അല്ലല്ലോ, ക്ലംസി ആണല്ലോ എന്ന് അവള് കളിയാക്കും. എന്നാലും ഇയാളുടെ എഫേർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് അഡ്മയറബിൾ ആയിരുന്നു, അതുകൊണ്ട് ഞാനിത് സൂക്ഷിച്ചു വെക്കും എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവളുടെ കാര്യങ്ങളൊക്കെ അവനുമായിട്ട് ഷെയർ ചെയ്യും. ഇനി അടുത്തത് എനിക്ക് ജർമ്മനിയിൽ പോകണം, എനിക്ക് സ്വന്തമായിട്ടൊരു ബിയർ ഡെവലപ്പ് ചെയ്യണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ അവൾ പറയും. എന്നിട്ട് അവന്റെ ഡ്രീം എന്താണെന്ന് ചോദിക്കും. എനിക്ക് ഡ്രീം ഒന്നും ഇല്ല എന്നാണ് അവൻ പറയുന്നത്. അത് ഇയാള് ഒരു പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ടാണോ, അങ്ങനെ ജീവിക്കുവാണെങ്കിൽ ലൈഫിലെ നല്ല മൊമെന്റ്സ് ഒക്കെ ഇയാൾക്ക് മിസ് ചെയ്യും എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. എന്നിട്ട് ഇവളിങ്ങനെ ബിയർ കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവനടുത്ത ഒരു ബിയർ പൊട്ടിക്കുമ്പോഴത്തേക്കിനും അതിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഒരേ സമയത്താണ് അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അവൾ അവനെ കിസ് ചെയ്യും. അവരവിടുന്ന് ഒരു ഹോട്ടൽ റൂമിലേക്കാണ് പോകുന്നത്. അന്ന് രാത്രി ഒന്നിച്ചാണ് സ്പെൻഡ് ചെയ്യുന്നത്. പിറ്റേ ദിവസം ബോധം വന്ന് കണ്ണ് തുറക്കുന്നതുകൊണ്ടാണ് ഹിയോണ് തലേദിവസം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഓർമ്മ വരുന്നത്. നോക്കുമ്പോൾ അവൻ ഉണർന്നിട്ടില്ല. അവൻ ഉണരുന്നതിന് മുമ്പ് അവിടുന്ന് രക്ഷപ്പെടണം. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയത്തില്ല. ആദ്യമായിട്ടാണെന്ന് അവന് തോന്നാനും പാടില്ല. അതുകൊണ്ട് കയ്യിലിരുന്ന പൈസ അവിടെ വെച്ചിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. അവിടെ ഒരു ബോക്സിൽ ഒരു മാല ഇരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. രാവിലെ ഡോജൂൺ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ അവിടെ പൈസ വെച്ചേക്കുകയാണ്. എന്ത് സ്ട്രേഞ്ച് ആയിട്ടുള്ള പെൺകുട്ടിയാണെന്നാണ് അവൻ ആലോചിക്കുന്നത്. അത് അവന് കൊടുത്ത പൈസയാണെന്ന് അവളും തിരിച്ചറിയുന്നില്ല. അവന് കൊടുത്ത നോട്ടാണെന്ന് അവനും അറിയുന്നില്ല. ആ വെപ്രാളത്തില് കിട്ടിയ ഡോളെല്ലാം അവൾ അവിടെ കളഞ്ഞിട്ടാണ് പോകുന്നത്. അവൻ അത് എടുത്തു വെക്കും. അവനൊരു കോള് വരും. എവിടെയായിരുന്നു ഇന്നലെ, ഞാൻ രാത്രിയിൽ എത്ര പ്രാവശ്യം വിളിച്ചെന്ന് അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. അവൻ നോക്കുമ്പോൾ ഏകദേശം 10 മിസ് കോൾ ഉണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തലേദിവസം രാത്രി ഒന്നും അറിയാതെ അവൻ സുഖമായിട്ട് ഉറങ്ങിയെന്ന് അവൻ തിരിച്ചറിയും. ജംഗോങ്ങും സെക്രട്ടറി യൂണും ആ ഹോട്ടലിലേക്ക് തന്നെയാണ് വരുന്നത്. ഡോജൂണിനെ അവിടെ വെച്ച് അവർ കാണും. നീ എന്താ ഇവിടെ, എന്നെ കാണാൻ വന്നതല്ലെന്ന് എനിക്കറിയാമെന്ന് ജംഗും പറയും. അവന്റെ കയ്യിലിരിക്കുന്ന ഡോൾ അവൾ ശ്രദ്ധിക്കും. അത് മനസ്സിലാവുമ്പോൾ ഡോജൂൺ അത് മറച്ചു പിടിക്കും. എന്നിട്ട് പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. നീ എന്തിനാണ് അമ്മയെ വിഷമിപ്പിക്കുന്നത്, നീ ബ്ലൈൻഡ് ഡേറ്റ്സിനൊന്നും പോകുന്നില്ല, കല്യാണം വേണ്ടാന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടെന്ന് ജംഗും പറയും. അവൾ ആത്മാർത്ഥമായിട്ടല്ല ഇതൊന്നും പറയുന്നതെന്ന് ഡോജൂൺ അറിയാം. കാരണം 15 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ ചേട്ടൻ മരിച്ച സമയത്ത് അവനും ചെറുതായിരുന്നു. അവനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നീ എന്റെ ജീവിതം നശിപ്പിച്ചു, ഞാൻ ഇനി എന്തിനാണ് ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ജംഗും കരയുന്നുണ്ടായിരുന്നു. ആ ഒരു റീസൺ കാരണമാണ് അവൻ ലൈഫിൽ ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത്. ജംഗും അതൊന്നും മറന്നിട്ടൊന്നുമില്ല. എന്തായാലും അവൻ ആരുടെ കൂടെയാണ് വന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് സെക്രട്ടറി അടുത്ത് അവൾ പറഞ്ഞേൽപ്പിച്ചു. ആ ടേബിളിൽ ഒരു നെക്ലസ് ഇരിപ്പുണ്ടായിരുന്നു. അത് അയാളുടെ വൈഫിനുള്ള ഒരു സമ്മാനമാണോ, അതിന് ഗേൾഫ്രണ്ടിനുള്ള സമ്മാനമാണോ, അയാളുടെ കല്യാണം കഴിഞ്ഞതായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് ഹിയോൺ ആകെ ടെൻഷനിലാണ്. അങ്ങനെ 10-20 ദിവസം കഴിയും. അവൾക്ക് വല്ലാതെ വയറുവേദന എടുക്കുന്നുണ്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ട് ഫാർമസിയിലേക്ക് ചെന്ന് മരുന്ന് വാങ്ങിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവരോട് സിംറ്റംസ് ഒക്കെ പറയും. അത് കേട്ട് കഴിയുമ്പോൾ അവർക്ക് എന്താ സംശയം തോന്നിയിട്ട് അവർക്കൊരു പ്രഗ്നൻസി കിറ്റ് കൂടി കൊടുക്കും. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ പ്രഗ്നന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഹിയോൺ വിയേർഡായിട്ട് ആക്ട് ചെയ്യുന്നതൊക്കെ മിറാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ അവളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരും. അന്നേരമാണ് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത്. നിനക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ആളാണോ ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ അല്ലാന്ന് അവൾ പറയും. അയാളുടെ പേരോ ജോലി ചെയ്യുന്ന സ്ഥലമോ ഒന്നും എനിക്കറിയത്തില്ല, എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നിസ്സഹായമായിട്ട് ഹിയോൺ നിൽക്കുമ്പോൾ മിറാൻ അവളെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവൾ പ്രഗ്നന്റ് ആണെന്ന് അവർ കൺഫേം ചെയ്യും. അവളത് വന്ന് മിറാൻ്റെ അടുത്ത് പറയും. ആ ആളെ കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന് മിറാൻ ചോദിക്കുമ്പോൾ അവൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. ഇതെല്ലാം കേട്ടിട്ട് തിരിഞ്ഞു നോക്കുന്ന മിറാൻ കാണുന്നത് അങ്ങോട്ട് വരുന്ന ഡോജുണിനെയും സെയോണിനെയാണ്. നീ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഒത്ത ഒരാള് ദേ ഇങ്ങോട്ട് വരുന്നുണ്ട്, അയാളാണോ എന്ന് നോക്കാനായിട്ട് പറയും. ഹിയോണെ കാണുമ്പോൾ സെയോൺ സന്തോഷത്തോടെ അവളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലും. അത് നിന്റെ ഓഫീസിലുള്ള കുട്ടിയാണോ എന്ന് മിറാൻ ചോദിക്കും. ഇവിടെ അന്നേരമാണ് ഡോജുണിനെയും സെയോണിനെയും കൂടി ശ്രദ്ധിക്കുന്നത്. ഡോജുണിനെ അവൾ തിരിച്ചറിയും. സെയോണിന്റെ കഴുത്തില് ആ മാല കിടക്കുന്നത് അവൾ കാണും. എന്റെ ബോയ് ഫ്രണ്ട് എന്നെക്കാട്ടിലും കുറച്ച് ഏജ് കൂടിയ ആളാണ്, പക്ഷെ ആള് നല്ല റൊമാൻറ്റിക് ആണെന്നൊക്കെ സെയോൺ പറഞ്ഞത് ഹിയോൺ ഓർക്കും. ഡോജൂൺ ആണ് അവളുടെ ബോയ് ഫ്രണ്ട് എന്ന് ഹിയോൺ തെറ്റിദ്ധരിക്കും. ആ ദിവസത്തെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവളെ പറ്റിയിട്ട് ഡോജൂൺ ഓർക്കാറുണ്ടായിരുന്നു. ഞാൻ അന്വേഷിച്ച് നടന്ന പെൺകുട്ടി ഇതാ എന്റെ മുമ്പിൽ നിന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇവനെ കാണുന്ന എടോ ഇയാൾ ആരാണ്, ഇയാൾ എന്ത് പണിയാണ് കാണിച്ചതെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഹിയോൺ ദേഷ്യത്തിൽ വന്നിട്ട് അവന്റെ കോളറിലൊക്കെ പിടിക്കും. അന്നേരം സെയോൺ ഇതെന്റെ അങ്കിൾ ആണെന്ന് അവളോട് പറയും. അതേ സമയത്ത് തന്നെയാണ് നേഴ്സ് പുറകെ വന്നിട്ട് ഹിയോണെ വിളിച്ചിട്ട് ഇയാള് കുട്ടിയുടെ അൾട്രാസൗണ്ട് ഫോട്ടോ കൊണ്ടുപോയില്ല എന്ന് പറയുന്നത്. എല്ലാരും ഞെട്ടി അങ്ങോട്ടേക്ക് നോക്കും. സെയോൺ സംശയത്തോടെ ഡോജൂണിനെ നോക്കും. ഡോജൂൺ ആണെങ്കിൽ സംശയത്തോടെ നോക്കുന്നത് ഹിയോണിനെയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഷോക്ക്ഡായിട്ട് നിൽക്കും ഹിയോൺ.